ചെങ്ങായിമാരെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെ കർമ്മ ന്യൂസിലെ കർമ്മ ചേച്ചിമാരില്ലേ അവരുടെ ഉണ്ടല്ല വെറൈറ്റി ഒരൊന്നര വെറൈറ്റി കൾച്ചേഴ്സ് ആണ്. ഇന്ത്യയിലെ മുസ്ലിം പള്ളികൾ സംഘപരിവാർ തകർക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്ന നമ്മളെ കർമ്മ ചേച്ചിമാരുണ്ടല്ല വിദേശത്ത് അമ്പലങ്ങൾ തകർക്കുന്നതെന്നും പറഞ്ഞ് ഒരൊന്നൊന്നര കരച്ചിലാണ്. നമുക്കെന്തായാലും ആദ്യം തന്നെ യു പിയിലൊരു മുസ്ലിം പള്ളി ഉണ്ടല്ല യോഗിജിയുടെ സർക്കാർ പൊളിക്കുന്നത് പറയുമ്പോൾ നമ്മളെ കർമ്മ ചേച്ചിയുടെ സന്തോഷം ഉണ്ടല്ല ആ സന്തോഷ വാർത്ത ഒന്ന് കണ്ടാലോ. കർമ്മ ചേച്ചിയുടെ ആ സന്തോഷത്തിന് ശേഷം ഉണ്ടല്ല വിദേശത്ത് അമ്പലങ്ങൾ പൊളിക്കുമ്പോഴുള്ള കർമ്മ ചേച്ചിമാരുടെ കരച്ചിൽ നമുക്ക് കാണാം. വീണ്ടും അനധികൃത നിർമ്മാണത്തിനെതിരെ ബുൾഡോസർ നടപടി സ്വീകരിച്ച് യോഗി സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച പള്ളിയും ഇദ്ഹാഗും അവിടെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഉത്തർപ്രദേശിലെ സംഫാൽ ജില്ലയിലാണ് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച പള്ളിയും ഇദ്ഹാഗും ജില്ലാ ഭരണകൂടം തന്നെ ഇപ്പോൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തകർത്തത്. സർക്കാരിന്റെ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന എന്ത് തന്നെയായാൽ പോലും ഇവിടെ കണ്ണും പൂട്ടി അതിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് യോഗി സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഖബർസ്ഥാനായി തന്നെ മാറ്റിവെച്ച സർക്കാർ ഭൂമിയിൽ അനധികൃതമായി തന്നെ നിർമ്മാണങ്ങൾ നടത്തുന്നുവെന്ന് നാട്ടുകാരുടെ പരാതിയെ തുടർന്നുകൊണ്ടാണ് റവന്യൂ വകുപ്പ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്നാകട്ടെ തഹസിൽദാർ ആകട്ടെ ഈ സ്ഥലത്ത് എത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ വലിയ രീതിയിൽ ഈ ഒരു നടപടി ഈ അനധികൃത നിർമ്മാണത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അസ്മോലി ബ്ലോക്ക് പരിധിയിലെ മധേൻ ഗ്രാമത്തിൽ വലിയ തോതിലുള്ള പോലീസ് സന്നാഹത്തോടെയാണ് റവന്യൂ അധികൃതർ ഒഴിപ്പിക്കൽ നടപടി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ശ്മശാന ഭൂമിയും പൊതുസ്ഥലവും ഉൾപ്പെടെ തന്നെ 3.75 ഏക്കർ വരുന്ന സർക്കാർ ഭൂമി കയ്യേറിയാണ് ഈ മതപരമായ നിർമ്മിതികൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നതാണ് റവന്യൂ സംഘം നടത്തിയ സാങ്കേതിക പരിശോധനയിൽ തന്നെ വ്യക്തമാക്കുന്നത്. ഇതിന് പുറമെ തന്നെ ഒരു പ്രാദേശിക സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ള രണ്ട് ഡസനോളം വരുന്ന അല്ലെങ്കിൽ 2 ബിഘയോളം വരുന്ന ഭൂമിയും ചിലർ ഇവിടെ നിർമ്മിതി അല്ലെങ്കിൽ ഇത്തരത്തിൽ നിർബന്ധിതമായി തന്നെ കയ്യേറിയിരിക്കുന്നതായി തന്നെ അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. റവന്യൂ കോടതിയുടെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെയും കൃത്യമായ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നതാണ് ജില്ലാ കളക്ടർ അവിടെ ഇത്തരത്തിൽ ബുൾഡോസർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇദ്ഹാഗിന്റെ ഏകദേശം 25 അടി ഉയരമുള്ള പ്രധാന വീരവും അതുപോലെ അനുബന്ധ നിർവ്വതികളും റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. ഈ ഭൂമി കയ്യേറി ചിലർ പ്രോട്ടോകോൾ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ പദ്ധതി അവിടെ തടയാൻ വലിയ രീതിയിൽ ഭൂമി കയ്യേറ്റങ്ങൾ നടത്തി അതിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഒഴിപ്പിക്കൽ നടപടി പൂർണ്ണമായും സമാധാനപരമായാണ് അവസാനിച്ചതെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ഇവിടെ പോലീസ് അറിയിച്ചിരിക്കുകയാണ്. എന്റെ കർമ്മ ചേച്ചി അവിടെ ആര് പ്രതിഷേധിക്കാൻ വേണ്ടിട്ട് മുസ്ലിങ്ങളെങ്ങാനുണ്ടല്ല അവിടെ പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യോഗിജിന്റെ പോലീസ് ഉണ്ടല്ല അപ്പൊ അവർക്ക് നേരെ വെടിവെക്കും. എന്തിന് മുസ്ലിങ്ങൾക്കെതിരെ ആരെങ്കിലും ഒരു പരാതി കൊടുത്തെങ്കിൽ ഒരു തെളിവും വേണ്ട അപ്പൊ തന്നെ നമ്മൾ യോഗിജിന്റെ ബുൾഡോസർ ഉണ്ടല്ല ആ മുസ്ലിങ്ങളെ വീടൊക്കെ ഉണ്ടല്ല അങ്ങ് തകർക്കലാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പള്ളി പൊളിക്കുന്നതിന്റെ വാർത്ത പറയുമ്പം എന്റെ കർമ്മ ചേച്ചിയുടെ കണ്ണിലെ സന്തോഷം ഉണ്ടല്ല ആ സന്തോഷം നമ്മൾ കൃത്യമായിട്ട് കണ്ടിനി. യു പിയിലെ പള്ളി പൊളിച്ചപ്പം കേരളത്തിലെ കർമ്മ ചേച്ചിമാർക്കുണ്ടല്ല ആഘോഷരാവാണ്. ഇനി നമുക്കുണ്ടല്ല കർമ്മ ചേച്ചിമാരുടെ മനോഹരമായ കരച്ചിലൊന്ന് കേട്ടിട്ട് വന്നാലോ. ആദ്യം തന്നെ യു കെയിൽ അമ്പലം തകർത്തൊന്നും പറ്റി നമ്മളെ കർമ്മ ചേച്ചി കരയുന്ന മനോഹരമായ കരച്ചിൽ കേൾക്കാം. നമ്മളെ കർമ്മ ചേച്ചിയുടെ ആ കേസ് കൊണ്ടുപോയിട്ട് എവിടെയാണെന്ന് പറയാം. ആ സംഭവത്തിൽ ഒരു പങ്കുമില്ലാത്ത മുസ്ലിങ്ങളുടെ നെഞ്ചത്താണ് നമ്മളെ കർമ്മ ചേച്ചി അതുകൊണ്ട് പോയിട്ട് ഇടുന്നത്. എന്തായാലും നമുക്ക് കർമ്മ ചേച്ചിയുടെ അതിമനോഹരമായ ആ കരച്ചിലൊന്ന് കേട്ടിട്ട് വരാം. യുകെയിലെ പീറ്റർബറോ നഗരത്തിൽ 4 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമുണ്ട്. ഈ ഹിന്ദു ക്ഷേത്രം നിലനിൽക്കുന്ന കെട്ടിട സമുച്ചയം ഇസ്ലാമിക സംഘടനയ്ക്ക് വിറ്റിരിക്കുകയാണ് ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക കൌൺസിൽ. ഇവിടെ പള്ളി പണിയാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇതോടെ ക്ഷേത്രത്തിന്റെ അതിജീവനത്തിന് ഇന്ത്യൻ പ്രവാസി സമൂഹം യുകെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഭാരത് ഹിന്ദു സമാജ് ക്ഷേത്രമാണ് ഇത്തരത്തിൽ ഒരു കനത്ത പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നത്. 1972 ഉഗാണ്ടയിലെ ഏകാധിപതി ഈദി അമീൻ നാട് കടത്തിയതിനെ തുടർന്ന് യുകെയിൽ അഭയാർത്ഥികളായി എത്തിയ ഇന്ത്യൻ വംശജർ അവർ പടുത്തുയർത്തിയ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രം എന്ന ഖ്യാതിയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. 1986 മുതൽ പീറ്റർബറോയിലെ ന്യൂ ഇംഗ്ലണ്ട് കോംപ്ലക്സിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിച്ചു വരുന്നത്. ഈ ഭൂമിയും കെട്ടിടവുമാണ് പ്രാദേശിക കൌൺസിൽ ഇസ്ലാമിക കൂട്ടായ്മയ്ക്ക് ഒരു പള്ളി പണിയാനായി വിറ്റഴിച്ചിരിക്കുന്നത്. ന്യൂ ഇംഗ്ലണ്ട് കോംപ്ലക്സ് ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പീറ്റർബറോ സിറ്റി കൌൺസിൽ രഹസ്യമായി വിൽക്കാൻ തീരുമാനിച്ചിടത്താണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ക്ഷേത്ര ഭാരവാഹികളായ ഭാരത് ഹിന്ദു സമാജ് കെട്ടിടം വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും കൌൺസിൽ ഇത് അവഗണിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി അസോസിയേഷൻ കൈമാറുകയായിരുന്നു എന്നാണ് ഹർജിക്കാരുടെ ആരോപണം. ഇവിടെ ഒരു വലിയ മസ്ജിദ് സ്ഥാപിക്കാനാണ് ഇസ്ലാമിക സംഘടന പദ്ധതിയിടുന്നത്. ഇതോടെ ഹിന്ദു വിശ്വാസികൾക്ക് തങ്ങളുടെ ആരാധനാലയം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ പൈതൃകവും ചരിത്രവും തുടച്ചു നീക്കാനുള്ള കൌൺസിലിന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ കനത്ത പ്രതിഷേധമാണ് യുകെയിലെ ഇന്ത്യൻ സമൂഹത്തിനിടയിൽ ഇപ്പോൾ ഉയർന്നത്. വിഷയം ഇപ്പോൾ ലണ്ടനിലെ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നാണ് അറിയുന്നത്. കൌൺസിലിന്റെ നടപടി നിയമവിരുദ്ധമാണെന്നും ക്ഷേത്രത്തിന് തങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ കോടതി ഇടപെടണമെന്നുമാണ് ഭാരത് ഹിന്ദു സമാജിന്റെ ആവശ്യം. ഉഗാണ്ടയിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ട് വെറും കൈയോടെ പലായനം ചെയ്യേണ്ടി വന്ന തങ്ങളുടെ മുൻഗാമികൾ കഠിനാധ്വാനത്തിലൂടെ പടുത്തുയർത്തിയ ക്ഷേത്രം തങ്ങളുടെ ജീവശ്വാസം പോലെയാണ് കാണുന്നതെന്ന് പ്രദേശത്തെ പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കൾ പറയുകയാണ്. യുകെയിലെ കൺസർവേറ്റീവ് പാർട്ടി പ്രതിനിധികളും ലേബർ പാർട്ടി കൌൺസിലിന്റെ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തുണ്ട്. വരും ദിവസങ്ങളിൽ യുകെയിൽ ഉടനീളമുള്ള ഹിന്ദു സംഘടനകൾ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പീറ്റർ യുകെയിലെ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ഖദീജ മോസ്ക് എന്ന സംഘടനയ്ക്ക് വിറ്റിരിക്കുന്നത്. ഇവിടെ നമ്മളെ കർമ്മ ചേച്ചി എന്താ പറഞ്ഞു വരുന്നറിയാം. യു കെയിലുണ്ടല്ല ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കാനുള്ള ഇസ്ലാമിക മിഷന്റെ ഭാഗമായിട്ടാണല്ലോ അവിടുത്തെ അമ്പലം ഉണ്ടല്ല മുസ്ലിങ്ങൾ പിടിച്ചെടുത്തത്. ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയാം. അവിടുത്തെ അമ്പലം ഉണ്ടല്ല നമ്മുടെ നാട്ടിലെ അമ്പലം പോലെയല്ല. അതൊരു വലിയ കോംപ്ലക്സ് ആണ്. ആ കോംപ്ലക്സിലെ ഒരു ഹാളാണ് അവിടെ അമ്പലാക്കിയിട്ടുള്ളത്. അതായത് ആ ഹാൾ അടങ്ങുന്ന മൊത്തം കോംപ്ലക്സിലെ അതാണ് ഇപ്പോഴല്ല വേറൊരു ടീം റെന്റിന് എടുത്തിട്ടുള്ളത്. ആ കോംപ്ലക്സ് വേറൊരു ടീമിന് റെന്റിന് കൊടുത്തതിന് മുമ്പിലെ അവിടുത്തെ ഭരണകൂടം ഉണ്ടല്ല ആർക്കൊക്കെ എത്രയൊക്കെ റെന്റ് കൊടുക്കാൻ പറ്റുമെന്ന് ആദ്യമേ ചോദിച്ചിരുന്നു. പക്ഷെ നമ്മൾ അമ്പലത്തിന്റെ ടീമിനുണ്ടല്ല അവര് പറഞ്ഞ റെന്റ് ഉണ്ടല്ല അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും ഉയർന്ന റേറ്റ് കൊടുക്കുന്ന ടീമില്ലേ ആ ടീമിനല്ലേ ആ സംഭവം പോവുക. അത്ര മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. അതിനാണ് നമ്മളെ സംഖ്യകൾ മൊത്തം ഉണ്ടല്ല മുസ്ലിങ്ങൾ അവിടുത്തെ അമ്പലം തകർത്തൊന്നും പറ്റി ഇങ്ങനെ കരയുന്നത്.
ഉള്ളത്. എന്നിട്ട് ഇനിയിപ്പോ ഉണ്ടല്ല അതിന്റെ പേരുണ്ടല്ല അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കാനാണ് സംഘിയുടെ ശ്രമം. അല്ലെങ്കിലേ കുറെ ചാണകങ്ങൾ മൂലമുണ്ടല്ല ലോകം മൊത്തം ഉണ്ടല്ല നമ്മുടെ രാജ്യത്തിന്റെ പേരുണ്ടല്ല അത്രയും മോശമായിട്ടാണ് ഉള്ളത്. ഇനി അവിടെ പ്രക്ഷോഭം കൂടി ഉണ്ടാക്കിയിട്ട് വേണം നമ്മുടെ നാട്ടിന്റെ ഉള്ള വിലയുണ്ടല്ല ആ ഉള്ള വില കൂടി ഈ സംഖ്യക്ക് കളയാൻ വേണ്ടിട്ട്. എന്നെ ചാണക സംഖ്യകൾ നിങ്ങളുണ്ടല്ല ആ പ്രക്ഷോഭം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടല്ല നിങ്ങളെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ അതൊക്കെ സ്വരൂപിച്ചിട്ടില്ല റെന്റ് ഉണ്ടല്ല കൂട്ടി കൊടുക്കാൻ നോക്ക്. അങ്ങനെ റെന്റ് കൂട്ടി കൊടുത്തിട്ടുണ്ടല്ല എങ്ങനെയെങ്കിലും നിങ്ങളുണ്ടല്ല ആ അമ്പലം സ്വന്തമാക്കാൻ നോക്ക്. അല്ലാതെ ഒരു രൂപ പോലും ഇറക്കൂല എന്നിട്ട് ഇങ്ങനെ വന്നിട്ടില്ല വർഗീയത മാത്രം പറയും ചാണക സംഖ്യകൾ. ഇനി നമുക്കുണ്ടല്ല ബംഗ്ലാദേശിലെ അമ്പലം തകർത്തൊന്നും പറ്റി വേറൊരു കർമ്മ ചെയ്തിട്ടെ അതിമനോഹരമായ കരച്ചിലും കൂടി കേട്ടിട്ട് വരാം. 500 വർഷം പഴക്കമുള്ള പുരാതന ഹൈന്ദവ ക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് ബംഗ്ലാദേശ് സർക്കാർ. സംഭവത്തിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ബംഗ്ലാദേശിലെ നോഖാലിയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് പൊളിച്ചുമാറ്റിയത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പൊളിച്ചുമാറ്റൽ നടന്ന തരത്തിലുള്ള കടുത്ത ആരോപണങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഒരു പുരാതന നിർമ്മിതി ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്റർനെറ്റിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. തങ്ങളുടെ ചരിത്രപ്രസിദ്ധമായ ആരാധനാലയത്തിന് നേരെയാണ് ഈ നടപടി ഉണ്ടായതെന്ന് പ്രാദേശിക ഹൈന്ദവ സമൂഹം ആരോപിക്കുന്നു. പശ്ചിമബംഗാളിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേ വികസിപ്പിക്കുന്നതിനായി വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ അവിടെയുണ്ടായിരുന്ന ബംഗാറ മസ്ജിദ് എന്നറിയപ്പെടുന്ന 136 വർഷം പഴക്കമുള്ള ഗൗരിപൂർ ജാമിയ മസ്ജിദ് മാറ്റി സ്ഥാപിക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാർ തീരുമാനിച്ചതിന് പ്രതികാരമാണ് ബംഗ്ലാദേശിൽ ഈ നടപടി ഉണ്ടായതെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം അവകാശപ്പെടുന്നത്. പശ്ചിമ ബംഗാളിൽ പള്ളി മാറ്റി സ്ഥാപിക്കാനാണ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ശ്രമിച്ചതെങ്കിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ പുരാതന ക്ഷേത്രം പൂർണ്ണമായി തകർക്കാനാണ് ഉത്തരവിട്ടതെന്നാണ് വോയിസ് ഓഫ് ബംഗ്ലാദേശി ഹിന്ദുസ് എന്ന എക്സ് അക്കൗണ്ട് ആരോപിക്കുന്നത്. ബംഗ്ലാദേശ് സർക്കാരിന്റെ നേരിട്ടുള്ള പിന്തുണയോടെയാണ് ഈ പൊളിച്ചുമാറ്റൽ നടന്നതെന്ന ആരോപണവും ശക്തമാണ്. ബംഗ്ലാദേശിൽ 81 അടി ഉയരമുള്ള ശ്രീരാമ പ്രതിമ നിർമ്മിക്കാൻ മുൻകൈയെടുത്ത ഹരിദാസ് ചന്ദ്ര തരണിദാസ് എന്ന വ്യക്തിയെ പണം വെളുപ്പിക്കൽ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിലാണ് പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഗായ്പാഡ ജില്ലയിലെ പലാഷ്പാരിയിലുള്ള ശ്രീ രാധാ ഗോവിന്ദ കാളി ക്ഷേത്രത്തിൽ പ്രതിമ നിർമ്മിക്കാൻ നിർദ്ദേശിച്ച് ഇയാളെ ജൂലൈ 12 രാത്രി വൈകിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ രണ്ട് സംഭവങ്ങളും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ കർമ്മ ചേച്ചി ബംഗ്ലാദേശിൽ മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ടല്ല നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ന്യൂനപക്ഷങ്ങളുണ്ട്. പക്ഷെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നിങ്ങൾ BJP ഉണ്ടല്ല നിങ്ങൾ സംഘപരിവാർ ആക്രമണം നടത്തുമ്പോൾ നമ്മളെ കർമ്മ ചേച്ചി ഉണ്ടല്ല അതൊന്നും കാണാറേയില്ലല്ലോ. അതൊന്നും കാണാത്ത നമ്മളെ കർമ്മ ചേച്ചി ഉണ്ടല്ല ബംഗ്ലാദേശിലെ അക്രമം കാണുന്നുണ്ടല്ല അത് വലിയ അത്ഭുതമാണ്. ഇന്ത്യയിലെ മുസ്ലിം പള്ളികള് ശിവലിംഗത്തിന്റെ പേരിലും അല്ലാതേക്കുള്ള സംഘപരിവാർ ഒളിക്കുമ്പോഴും ഒളിക്കാൻ നോക്കുമ്പോഴും എന്റെ കർമ്മ ചേച്ചിയൊന്നും അതിനെതിരെ അക്ഷരം മിണ്ടുന്നില്ലല്ലോ. അങ്ങനെ മിണ്ടാത്ത നിങ്ങൾക്കുണ്ടല്ല ബംഗ്ലാദേശിലുണ്ടല്ല അമ്പലം തകർത്തെന്ന് പറയുമ്പോൾ സങ്കടം വരാനേ പറ്റില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിലുണ്ടല്ല അമ്പലം തകർത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, അത് വലിയ തെറ്റ് തന്നെയാണ്. അത് ശരിയാണെന്ന് ഇന്ത്യയിൽ ഒരു മുസ്ലിം ഉണ്ടല്ല ഒരു മുസ്ലിം ഇതുവരെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇന്ത്യയിലെ പള്ളി പൊളിക്കുമ്പോൾ അത് ശരിയാവുകയും ബംഗ്ലാദേശിലെ അമ്പലം തകർക്കുമ്പോൾ മാത്രം അത് തെറ്റാവുകയും ചെയ്യുന്ന പറഞ്ഞ് നിങ്ങൾക്കുണ്ടല്ല അതിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരവകാശം. അതുകൊണ്ട് കർമ്മ ചേച്ചി ആദ്യം ചെയ്യേണ്ട എന്താണെന്നറിയാം, ഇന്ത്യയിലെ പള്ളി ഉണ്ടല്ലോ സംഘപരിവാർ പൊളിക്കുമ്പോൾ അതിനെതിരെ ഒന്ന് ശക്തമായി പ്രതികരിക്കുക. അത് കഴിഞ്ഞിട്ട് പോലെ നമുക്ക് ഇന്ത്യക്ക് പുറത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തന്നെയാണല്ലോ ഇന്ത്യയിലെ സംഘികൾ ബംഗ്ലാദേശിലെ കാര്യം പറഞ്ഞിട്ടില്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നെഞ്ചത്ത് കയറാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അതുകൊണ്ട് കർമ്മ ചേച്ചി അമ്പലം പൊളിക്കുന്നതും തെറ്റാണ്, പള്ളി പൊളിക്കുന്നതും തെറ്റാണ്, രണ്ടും ഉണ്ടല്ല രണ്ട് പൊളിക്കുന്നതും തെറ്റാണ്. അല്ലാണ്ടുണ്ടല്ല ഒന്ന് പൊളിക്കുന്നത് തെറ്റും ഒന്ന് പൊളിക്കുന്നത് ശരിയുണ്ടല്ല അതൊരിക്കലാവൂല. അതുകൊണ്ട് കർമ്മ ചേച്ചി ഉണ്ടല്ലോ ഇനിയെങ്കിലും ഉണ്ടല്ല തെറ്റ് കാണുമ്പോൾ തെറ്റ് തന്നെ പറയാൻ പഠിക്കുക, എന്നിട്ട് വന്നിട്ടില്ല എല്ലാത്തിനെതിരെ പ്രതികരിക്കുക. അപ്പൊ ഇത്രയും കിട്ടിയതുകൊണ്ട് എല്ലാ കർമ്മ ചേച്ചിമാർക്കും വളരെ സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.